ആയില്ലേ? ഹായ് ഓൾ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നിരീക്ഷിച്ചതുപോലെ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിലെയും സംയുക്ത ആക്രമണം ഇന്ന് പുലർച്ചെ ഇറാനിൽ നടത്തിയിരിക്കുകയാണ്. ടെഹ്റാനിലും ഇസ്ഫാനിലും ഹൂമിലും അടക്കമുള്ള പ്രധാനപ്പെട്ട ഇറാനി നഗരങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണമാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയത്. ആദ്യമായി ഇസ്രായേലാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലാണെന്ന് പ്രഖ്യാപനം നടത്തി ഇസ്രായേൽ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന് ഇസ്രായേലിൻ്റെ മന്ത്രി തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പിന്നീട് അമേരിക്ക കൂടി ഇതിൽ പങ്കാളികളാണ്, അമേരിക്കൻ സഹായത്തോടു കൂടിയാണ് ഈ ആക്രമണം നടത്തിയതെന്നുള്ള കാര്യവും പുറത്തു വന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പ്രധാനപ്പെട്ട പരമോന്നത നേതാവിൻ്റെ ഓഫീസ് സമുച്ചയം, അതുകൂടാതെ തന്നെ സൈനിക മേധാവികളുടെ കേന്ദ്രം, രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസിഡന്റ് പെഷസ്കിയാൻ അടക്കമുള്ള ആളുകളുടെ ഓഫീസ് സമുച്ചയങ്ങൾ, ഇതൊക്കെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയത്. അഥവാ ഇറാന്റെ ഭരണ നേതൃത്വത്തെ തന്നെ വകവരുത്തി ഭരണത്തെ അട്ടിമറിക്കാനുള്ള അവർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ആക്രമണമാണ്. അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും ഒരു യുദ്ധപ്രക്രിയയിൽ ആ രാജ്യത്തിന്റെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കും, സൈനിക മേധാവികളെ ലക്ഷ്യം വെക്കും. അത്തരത്തിലുള്ള ആക്രമണം കൂടി ഉണ്ടായിരുന്നു. മുൻ പ്രസിഡന്റ് അഹമ്മദി നജാദിനെ അടക്കം ലക്ഷ്യം വെച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പെഷസ്കിയാനും നിലവിലുള്ള ബാക്കിയുള്ള ഉദ്യോഗസ്ഥ സംവിധാനവും പ്രതിരോധ മന്ത്രി അടക്കമുള്ള ആളുകൾ അവർ ഈ ആക്രമണത്തെ അതിജീവിച്ചെന്നും അവർക്കെതിരെയുള്ള ആക്രമണ വധശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്നാണ് ഇറാൻ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് അലി ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിൽ തന്നെയാണുള്ളത്. അദ്ദേഹം സുരക്ഷിതനായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രാഥമികമായ ആക്രമണം ലക്ഷ്യം വെച്ചത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇറാനെ ആക്രമിക്കുമെന്ന് അമേരിക്കയും ഇസ്രായേലും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ തങ്ങൾ പറയുന്ന രീതിയിൽ അനുസരിച്ച് നിന്നുകൊണ്ടുള്ള ഡീലുകൾക്ക് തയ്യാറാവണം. യുറേനിയം സമ്പുഷ്ടീകരണം പാടില്ല, മിസൈൽ പദ്ധതികൾ അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടാക്കണം. ഈ 3 ആവശ്യങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും മുമ്പോട്ട് വെച്ചത്. പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിരുന്നില്ല. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി ഇത്തരം കാര്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത്, ഞങ്ങൾ എങ്ങാനും ഇത്തരത്തിലുള്ള ഡീലുകളിലേക്ക് അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കൊണ്ടുപോയാൽ മേഖലയിലുള്ള മറ്റ് അറബ് രാജ്യങ്ങളെ പോലെ തന്നെ തങ്ങളെയും ഇവർ വരുതിയിലാക്കി തങ്ങളുടെ നാട്ടിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുകയും തങ്ങളുടെ എണ്ണടക്കമുള്ള വിഭവങ്ങൾ ഊറ്റിയെടുത്ത് കൊണ്ടുപോയി കച്ചവടം നടത്തുകയും അതിൽ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും. അതുകൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള നിലപാടാണ്. അപ്പോൾ ഇറാനെ സ്വാഭാവികമായിട്ടും ആക്രമിക്കാൻ അമേരിക്ക എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിയിരുന്നു. മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളിൽ അവരുടെ യുദ്ധവിമാനങ്ങൾ, മറ്റു സംവിധാനങ്ങളൊക്കെ, അവരുടെ സൈനിക റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ സൈനികരുടെ വിന്യാസമടക്കം നടത്തിയിരുന്നു. ഇറാഖ് അതുപോലെ തന്നെ മറ്റുള്ള തൊട്ടടുത്ത് ഇറാനെ ചുറ്റിപ്പറ്റിയുള്ള അറബ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത് നടത്തിയത്. അമേരിക്കയുടെ അത്യാധുനിക യുദ്ധ പടക്കപ്പലുകൾ, അബ്രഹാം ലിങ്കൺ മറ്റുള്ള പടക്കപ്പലുകളൊക്കെ ഈ ഒരു ഇറാനെ ലക്ഷ്യം വെച്ച് വന്നിരുന്നു. അതും പൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ ആദ്യം മുതൽ കാണിച്ചതാണ്. ഇറാൻ ഈ ആക്രമണത്തെക്കുറിച്ച് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇതിൻ്റെ നാശനഷ്ടങ്ങൾ, അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങളുടെ നാശനഷ്ടങ്ങൾ എത്രയാണ്, അത് എത്ര ഇറാൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സിവിലിയൻസ് എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. പക്ഷേ ഇറാൻ പറയുന്നത് ഇതിൽ ഒരു ആക്രമണം ഇറാനിലെ ഒരു സ്കൂളിൽ ആണ് നടത്തിയിട്ടുള്ളത്. അവിടെ പഠിക്കുന്ന കുട്ടികളടക്കം 36 പേർ രക്തസാക്ഷികളായി എന്നാണ് ഇറാൻ സ്ഥിരീകരിച്ച ഒരേ ഒരു വാർത്ത ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പക്ഷെ എങ്കിൽ പോലും ഇറാനിലെ ഏതൊക്കെ ലക്ഷ്യം കേന്ദ്രങ്ങളെ, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇറാന്റെ അത്തരം പദ്ധതികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണവും, സൈനികരെ അടക്കം കൊലപ്പെടുത്തുക, സൈനിക മേധാവികളെ കൊലപ്പെടുത്തുക, രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഇല്ലാതാക്കുക, ഇത്തരം വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള ആക്രമണമാണ് ഇസ്രായേലും അമേരിക്കയും ഉദ്ദേശിച്ചത്, അവർ നടത്തിയത്. അപ്പോൾ അവർ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സൈനിക സംവിധാനങ്ങൾ വെച്ച് അവരുടെ യുദ്ധവിമാനങ്ങളും മറ്റുമുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ ടെഹ്റാനിലും ഇസ്ഫാനിലും അല്ലെങ്കിൽ ഹൂമിലും ഇത്തരം നഗരങ്ങളിൽ വലിയ രീതിയിലുള്ള മാരകമായ പ്രഹരശേഷി ഉളവാക്കുന്നതായിരുന്നു.
പക്ഷെ അതിനെ അതിജീവിച്ചുകൊണ്ട് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ, ഡിഫൻസ് സിസ്റ്റം വർക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് വലിയ നാശനഷ്ടങ്ങൾ ഒഴിവായത്. അങ്ങനെ ആദ്യഘട്ട ആക്രമണം തുടങ്ങിയതിനു ശേഷം ഇറാൻ ഇതിന് തിരിച്ചടികൾ സ്വാഭാവികമായിട്ടും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ഫാൻ, അതുപോലെ തന്നെ ടെബ്രീസ്, ടെഹ്റാൻ തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ഹൂം എന്നുള്ളത് ഇറാന്റെ ആത്മീയപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഷിയ വിശ്വാസധാരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഈ പ്രദേശമടക്കം അമേരിക്കയുടെ ആക്രമണത്തിന് വിധേയമായി എന്നതാണ് ആദ്യഘട്ട ആക്രമണങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. തുടർന്ന് രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവുമായി അമേരിക്കൻ ഇസ്രായേലി ജെറ്റുകൾ ഇവരുടെ സിറിയയുടെ എയർസ്പേസ് ഉപയോഗിച്ച്, ജോർദാൻ എയർസ്പേസ് ഉപയോഗിച്ച്, മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ എയർസ്പേസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അത് ഇനിയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആക്രമണമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇറാൻ ഈ യുദ്ധത്തെ അതിജീവിക്കുമോ? കാരണം ലോകത്തിലുള്ള ഏറ്റവും പ്രബലമായ രണ്ട് ശക്തികൾ അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ടുള്ള ആക്രമണത്തെ ഇറാൻ ഒറ്റയ്ക്ക് എങ്ങനെ അതിജീവിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ തങ്ങളുടെ മരണം വരെ കീഴടങ്ങില്ല എന്നുള്ള പരമോന്നത നേതാവിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു രീതിയിലുമുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ല. പരമമായ പോരാട്ടം തന്നെ ഈ യുദ്ധമുഖത്ത് ഞങ്ങൾ നടത്തുമെന്ന് പരമോന്നത നേതാവും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ ആദ്യഘട്ട ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിൽ പോലും 4 ദിവസം കൊണ്ട് ഇറാൻ സമ്പൂർണമായിട്ടും നശിപ്പിച്ചു കളയുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു അതിനുശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ നിലവിലുള്ള സാഹചര്യങ്ങൾ മുൻനിർത്തി ഇതൊക്കെ നടക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ്. ഏതായാലും പരിപൂർണമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇറാൻ കടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആദ്യഘട്ട അമേരിക്കൻ ഇസ്രായേലി ആക്രമണങ്ങളെ മുൻനിർത്തി ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. മറ്റു വിവരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതാണ്. ഏതായാലും ഇതൊരു മേഖലാ യുദ്ധമായി മാറുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.